പകരം തീരുവ പ്രശ്നത്തിൽ യുഎസിലേക്കുള്ള സമുദ്രോൽപ്പന്ന കയറ്റുമതി മുൻ വർഷത്തേക്കാൾ കുറഞ്ഞിട്ടും 2025-26 ഇന്ത്യയുടെ സമുദ്രോൽപ്പന്ന കയറ്റുമതി റെക്കോർഡ് ഉയരത്തിൽ. സമുദ്രോൽപ്പന്ന കയറ്റുമതി മൂല്യം ചരിത്രത്തിൽ ആദ്യമായി 72,000 കോടി രൂപയും കടന്നു. ചൈന, യൂറോപ്യൻ യൂണിയൻ, തെക്കുകിഴക്കൻ ഏഷ്യൻ വിപണികളിലാണ് വളർച്ചയ്ക്ക് പിൻബലമായത്. ഇടിവുണ്ടെങ്കിലും ഇന്ത്യയുടെ ഏറ്റവും വലിയ കയറ്റുമതി വിപണിയായ യുഎസ് തുടരുന്നു. സമുദ്രോൽപ്പന്ന കയറ്റുമതി വികസന അതോറിറ്റിയുടെ കണക്ക് പ്രകാരമാണ് ഇത്. 2025-26 ഇന്ത്യയുടെ മൊത്തം കയറ്റുമതി 19,32,347 മെട്രിക് ടണ്ണായി ഉയർന്നു. മുൻവർഷങ്ങളിലെ പോലെ ശീതീകരിച്ച ചെമ്മീൻ തന്നെയാണ് കയറ്റുമതിയിൽ മുന്നിൽ. ആകെ കയറ്റുമതി വരുമാനത്തിന്റെ 2/3 ഈ ഇനത്തിൽ നിന്നാണ്. ശീതീകരിച്ച മത്സ്യം, കണവ, കൂന്തൽ, ഉണക്കമീൻ, ജീവനുള്ള ഇനങ്ങൾ എന്നിവയുടെ കയറ്റുമതിയിലും വർധനവുണ്ട്. എന്നാൽ തണുപ്പിച്ച ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി അളവും മൂല്യവും കുറഞ്ഞു. പകരം തീരുവ കാരണം മുൻവർഷത്തെ അപേക്ഷിച്ച് ഡോളർ മൂല്യത്തിൽ 14.5% അളവിൽ 19.8% എന്നിങ്ങനെ ഇടിവുണ്ടായി. രണ്ടാമത്തെ വലിയ വിപണിയായ ചൈനയിലേക്കുള്ള കയറ്റുമതി അളവിൽ 20.1%, മൂല്യത്തിൽ 22.7% വളർച്ച നേടി. യൂറോപ്യൻ യൂണിയനിലേക്കുള്ള കയറ്റുമതി അളവിൽ 35.2%, മൂല്യത്തിൽ 37.9% എന്നിങ്ങനെ വർദ്ധിച്ചു. തെക്ക് കിഴക്കൻ ഏഷ്യയിലേക്ക് അളവിൽ 28.2%, മൂല്യത്തിൽ 36.1% വളർച്ചയും നേടി. ജപ്പാനിലേക്കുള്ള കയറ്റുമതി മൂല്യത്തിൽ 6.55% വളർച്ചയുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.